നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം ഡിസംബർ 7 അവസാനിക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗിന് മുന്നോടിയായി പരസ്യപ്രചാരണം ഡിസംബർ 7 വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഡിസംബർ 9 വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് പരസ്യപ്രചാരണം അവസാനിക്കുന്നത്. പരസ്യപ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ നിർദ്ദേശിച്ചു. പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാപന പരിപാടികൾ പാടില്ല. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലുണ്ടാകുന്ന തർക്കങ്ങളും വെല്ലുവിളികളും ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൗൺസ്മെന്റുകളും പ്രചാരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ചു മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കാൻ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്കും പോലീസ് അധികൃതർക്കും നിർദ്ദേശം നൽകി. പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം. 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 126 പ്രകാരം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് പരസ്യപ്രചാരണം അവസാനിപ്പിക്കണം. ഈ വ്യവസ്ഥ തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പിനും ബാധകമാണ്. ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പിന് 1803 വോട്ടർമാരും 41 സ്ഥാനാർത്ഥികളും. സംസ്ഥാനത്തെ ഏക പട്ടികവർഗ ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടിയിൽ തെരഞ്ഞെടുപ്പിലുള്ളത് ആകെ 1803 വോട്ടർമാരും 41 സ്ഥാനാർത്ഥികളും. ഡിലിമിറ്റേഷന് ശേഷം രൂപീകരിച്ച കവക്കാട്ടുകുടി വാർഡ് കൂടി ചേർത്ത് ഇപ്പോൾ 14 വാർഡുകളാണ് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. 14 വാർഡുകളും പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ളതാണ്. 893 സ്ത്രീ വോട്ടർമാരും 910 പുരുഷ വോട്ടർമാരുമാണ് ഉള്ളത്. 20 സ്ത്രീകളും 21 പുരുഷന്മാരുമാണ് മത്സരിക്കുന്നത്. മീൻകുത്തിക്കുടി, നൂറാടിക്കുടി, പരപ്പയാർകുടി, തെക്കേ ഇഡലിപ്പാറക്കുടി, സൊസൈറ്റിക്കുടി, അമ്പലപ്പടിക്കുടി, കാവക്കാട്ടുകുടി എന്നീ വാർഡുകൾ വനിതാ സംവരണമാണ്. 14 പോളിംഗ് ബൂത്തുകളിലേക്കും കൂടി ഏകദേശം 56 പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിക്കുന്നത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡാണ് 2010 ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തായി രൂപീകരിച്ചത്. 2010 മുതൽ ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കിലോമീറ്ററുകളോളം നടന്നു വേണം പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സ്റ്റേഷനുകളിലെത്താൻ. ഇടമലക്കുടിയിലെ പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് 7 സെക്ടറൽ അസിസ്റ്റന്റുമാരെ നിയോഗിക്കും. സുഗമവും സുരക്ഷിതവുമായ വോട്ടെടുപ്പിന് പോളിംഗ് ബൂത്തിൽ താൽക്കാലിക ഫെൻസിംഗ്, വനം വകുപ്പിലെ RRTയുടെ സേവനം എന്നിവ ഉറപ്പുവരുത്തും. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ 75,644 സ്ഥാനാർത്ഥികൾ. ഇതിൽ 52.36% വനിതകൾ. 2025 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സരിക്കുന്നത് 75,644 സ്ഥാനാർത്ഥികൾ. 39,609 സ്ത്രീകളും 36,034 പുരുഷന്മാരും, ഒരു ട്രാൻസ്ജെൻഡറും. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിലെ പോത്തൻകോട് വാർഡിലാണ് ട്രാൻസ്ജെൻഡർ മത്സരിക്കുന്നത്. ശരാശരി സ്ത്രീ സ്ഥാനാർത്ഥി പ്രാതിനിധ്യം 52.36% ആണ്. കൊല്ലം 55.26%, ആലപ്പുഴ 54.62%, പത്തനംതിട്ട 53.82%, കോട്ടയം 53.47%, തൃശൂർ 53.28%, എറണാകുളം 53.12%, വയനാട് 52.59%, തിരുവനന്തപുരം 52.58%, കോഴിക്കോട് 52.56% എന്നിങ്ങനെയാണ് വനിതാ സ്ഥാനാർത്ഥി പ്രാതിനിധ്യം. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ 29,262 സ്ത്രീ സ്ഥാനാർത്ഥികളും 26,168 പുരുഷ സ്ഥാനാർത്ഥികളും ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ 3,583 സ്ത്രീകളും 3,525 പുരുഷന്മാരും മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് 672 പുരുഷന്മാരും 602 സ്ത്രീകളുമാണ് സ്ഥാനാർത്ഥികളായുള്ളത്. മുനിസിപ്പാലിറ്റികളിൽ 5,221 വനിതകളും 4,810 പുരുഷന്മാരും, കോർപ്പറേഷനുകളിൽ 941 സ്ത്രീകളും 859 പുരുഷന്മാരുമാണ് സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുള്ളത്. വനിതാ സ്ഥാനാർത്ഥികളുടെ പ്രാതിനിധ്യം ഗ്രാമപഞ്ചായത്ത് 52.79%, ബ്ലോക്ക് പഞ്ചായത്ത് 50.40%, ജില്ലാ പഞ്ചായത്ത് 47.21%, മുനിസിപ്പാലിറ്റി 52.05%, കോർപ്പറേഷൻ 52.27% എന്നിങ്ങനെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ.
തിരുവനന്തപുരം 16, കൊല്ലം 16, പത്തനംതിട്ട 12, ആലപ്പുഴ 18, കോട്ടയം 17, ഇടുക്കി 10, എറണാകുളം 28, തൃശൂർ 24, പാലക്കാട് 20, മലപ്പുറം 27, കോഴിക്കോട് 20, വയനാട് 7, കണ്ണൂർ 20, കാസർഗോഡ് 9 എന്നിങ്ങനെ ആകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. വിവരാവകാശ നിയമം 2005 ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ആരംഭിച്ചു. വിവരാവകാശ നിയമം 2005 പൗരന്മാരുടെ ശാക്തീകരണത്തിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ്. ഈ നിയമത്തെക്കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റ് IMG നടത്തുന്ന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഈ കോഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. 16 വയസ്സ് കഴിഞ്ഞ ഏതൊരു പൗരനും ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ rti.img.kerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന ഡിസംബർ 13 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. കോഴ്സ് ഡിസംബർ 15 ആരംഭിക്കും. കൂടുതൽ വിശദാംശങ്ങൾ rti.img.kerala.gov.in എന്ന പോർട്ടലിൽ ലഭ്യമാണ്. 30ാമത് IFFK അനസി മേളയിൽ നിന്നുള്ള 4 ആനിമേഷൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി 2025 ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന 30ാമത് IFFKയിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച 4 ആനിമേഷൻ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. അനിമേഷൻ ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രമായി ഫ്രാൻസിൽ 1960 മുതൽ സംഘടിപ്പിക്കപ്പെടുന്ന അനസി അനിമേഷൻ ഫിലിം ഫെസ്റ്റിവലിന്റെ 2025 പതിപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ചിത്രങ്ങളാണ് സിഗ്നേച്ചേഴ്സ് ഇൻ മോഷൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവം 4ാം പതിപ്പിനോടനുബന്ധിച്ച് ജനുവരി 8, 9, 10 തീയതികളിൽ നിയമസഭാ സമുച്ചയത്തിൽ വെച്ച് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലം, കോളേജ് തലം, പൊതുജനങ്ങൾ എന്നീ വിഭാഗങ്ങളിലായി ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. രജിസ്ട്രേഷനും വിശദ വിവരങ്ങൾക്കും klibf.niyamasabha.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.